ഹായ്, ഞാൻ ജോസഫ് എം. കലണ്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരിക. ഒന്നാമത്തെ ക്ലാസ് നമ്മൾ കണ്ടു. അതിൽ കുറേ അധികം കാര്യങ്ങൾ, കലണ്ടറിനെ കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കുറേ കണ്ടു. ഒപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലണ്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആവർത്തിച്ച് ചോദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളതും ഈ ഭാഗമാണ്. പരീക്ഷയ്ക്ക് കൂടുതൽ കണ്ടുവരുന്നതും ഈ ഭാഗത്തിൽ നിന്നാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ മന്ത് ദ സെക്കൻഡ് സാറ്റർഡേ ഈസ് ഓൺ ദ ഡേറ്റ് 10. ദെൻ വെൻ വിൽ ബി ദ ഫോർത്ത് സൺഡേ ഓഫ് ദ സെയിം മന്ത്? അതായത് ഒരു മാസത്തിൽ രണ്ടാം ശനിയാഴ്ച 10-ാം തീയതി ആണെങ്കിൽ അതേ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ച ഏത് എന്ന്. ഇപ്പോൾ ഏതോ ഒരു മാസം, ആ മാസത്തിൽ രണ്ടാമത്തെ ശനിയാഴ്ച 10-ാം തീയതി. അപ്പോൾ 10-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ ആണ്. 10-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ. അപ്പോൾ അതിന് മുൻപ് ഒരു ശനിയാഴ്ച ഉണ്ടാവുമല്ലോ, അത് എത്രയാ? 3 ആണ്. നമുക്കറിയാം, ഒരു ഡേറ്റിൽ നിന്ന് 7 കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ, കൂട്ടിയാൽ അടുത്ത ആഴ്ചയിലെ അതേ ദിവസം കിട്ടും. 7 കുറച്ചാൽ തലേ ആഴ്ചയിലെ, കഴിഞ്ഞ ആഴ്ചയിലെ അതേ ദിവസം കിട്ടും. അപ്പോൾ 10 ശനി എന്ന് പറഞ്ഞു. 7 കുറച്ചപ്പോൾ 3 ശനി. 10നോട് 7 കൂട്ടിയാൽ 17 ശനി കിട്ടും. 17നോട് 7 കൂട്ടിയാൽ 24 ശനി കിട്ടും. അപ്പോൾ 4-ാമത്തെ ശനി 24 നമുക്ക് വേണ്ടത് 4-ാമത്തെ ഞായർ. സിമ്പിളാണ്. 3 ശനിയെങ്കിൽ 4 ഞായർ, 11 ഞായർ, 18 ഞായർ, 25 ഞായർ. അപ്പോൾ ഇവിടെ എല്ലാം സാറ്റർഡേ, ഇത് സൺഡേ. 4, 11, 18, 25. അപ്പോൾ ഇവിടുത്തെ ആൻസർ 25 ആണ്. 4-ാമത്തെ ഞായറാഴ്ച ഏതെന്ന് ചോദിച്ചാൽ 25. പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. ഇൻ എ മന്ത് there are 31 days. 31 ദിവസങ്ങളുണ്ട്. 7th is Monday. Then which days will occur 5 times on the month? 31 ദിവസങ്ങളുള്ള മാസത്തിൽ 7-ാം തീയതി തിങ്കളാഴ്ച. അപ്പോൾ 7-ാം തീയതി തിങ്കളാഴ്ച, 7 മൺഡേ 7 എങ്കിൽ ആ മാസത്തിൽ 5 തവണ വരുന്ന ദിവസങ്ങൾ ഏവ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കലണ്ടറിൽ 28-ന് ശേഷം വരുന്ന ദിവസങ്ങൾ എപ്പോഴും 5 തവണ വരും. 28-ന് ശേഷം, 28 അല്ല, 28-ന് ശേഷം. ഇപ്പോൾ സാധാരണ വർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ 28 വരെയുള്ളൂ. അതിവർഷത്തിലാണെങ്കിൽ 29 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 29, 28-ന് ശേഷം വരുന്നതെല്ലാം. 30 ദിവസങ്ങളുള്ള മാസത്തിലാണെങ്കിൽ 30, 5 തവണ വരും. 29, 30. 31 ദിവസമാണെങ്കിൽ, 31 മാസത്തിലെ ദിവസമാണെങ്കിൽ 31. അപ്പോൾ 29, 30, 31 ഇവ 5 തവണ വരും. അത് ഇവിടെ പറയുന്നു 31 ദിവസങ്ങളുള്ള ഒരു മാസത്തിൽ എന്ന്. അപ്പോൾ 29, 30, 31 5 തവണ വരും. ഇനി അത് ഏതൊക്കെ ദിവസങ്ങൾ എന്നാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 29, 30, 31 ഏതെന്ന് കണ്ടുപിടിച്ചാൽ മതി. 7-ാം തീയതി മൺഡേ, 7 മൺഡേ എങ്കിൽ 14 മൺഡേ, 21 മൺഡേ, 28 മൺഡേ. അപ്പോൾ 29 ട്യൂസ്ഡേ, 30 വെനസ്ഡേ ആൻഡ് 31 31 തേഴ്സ്ഡേ. അങ്ങനെയെങ്കിൽ ചൊവ്വ, ബുധൻ, ശനി ആയിരിക്കും ഈ പറയുന്ന ദിവസങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 28-ന് ശേഷം വരുന്നതെല്ലാം 5 തവണ വരുന്ന ദിവസങ്ങളായിരിക്കും. അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. 1987 ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ 1987 ഡിസംബർ 31 ഏത് ദിവസം? മനക്കണക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മനക്കണക്കായിട്ട് ഇപ്പോൾ പറയും. ഒറ്റ സെക്കൻഡ് മതി. ഏത് ദിവസം തന്നെയാ? വ്യാഴാഴ്ചയായിരിക്കും. തേഴ്സ്ഡേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 87 ഇതിന്റെ വിശദീകരണമാണ്.
1987. അപ്പോൾ 87 ഒരു ഓർഡിനറി ഡേ ആണ്, ഓർഡിനറി ഇയർ ആണ്, ഒരു സാധാരണ വർഷം. സാധാരണ വർഷത്തിൽ തുടക്കവും ഒടുക്കവും ഒരേ ദിവസമായിരിക്കും. സാധാരണ വർഷത്തിന്റെ തുടക്കം ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും ഒടുക്കവും. നമ്മൾ കണ്ടല്ലോ, 365 ദിവസമുണ്ട്. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 365 ദിവസമുണ്ട്. 365. അതിൽ ജനുവരി 1 പറയുന്നു, ജനുവരി 1 വ്യാഴമെന്ന് പറയുന്നു. അപ്പോൾ ഇനി ആ ജനുവരി 1 എടുക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 364 364-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 7 35, റിമൈൻഡർ 1 14, 2 7 14, റിമൈൻഡർ ഇല്ല. അപ്പോൾ ഈ വേഴത്തിനോട് 0 ആഡ് ചെയ്യുമ്പോൾ വേഴം തന്നെ കിട്ടും. അങ്ങനെയാണ് തുടക്കവും ഒടുക്കവും. ഒരിക്കൽ കൂടെ, ഒരു സാധാരണ വർഷത്തിലാണെങ്കിൽ മാത്രം, സാധാരണ വർഷമുണ്ട്, അതിവർഷമുണ്ട്. സാധാരണ വർഷത്തിൽ തുടക്കം ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും ഒടുക്കവും. ജനുവരി 1 വ്യാഴമാണെങ്കിൽ ഡിസംബർ 31 വ്യാഴമായിരിക്കും. ജനുവരി 1 വെള്ളിയാണെങ്കിൽ ഡിസംബർ 31 വെള്ളിയായിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ വ്യാഴം. ഇനി ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. 1987 ജനുവരി 1 വ്യാഴം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ, 1988 ജനുവരി 1 ചോദിക്കുകയാണെങ്കിലോ, ജനുവരി 1 ഏതെന്ന് ചോദിക്കുകയാണ്. ഇപ്പോ ഡിസംബർ 31 വ്യാഴമെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് ജനുവരി 1. അങ്ങനെയാണെങ്കിൽ വെള്ളിയായിരിക്കും, തൊട്ടടുത്ത ദിവസം വെള്ളി. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ദിവസം പറയുന്നു, അതേ ദിവസം തന്നെ അടുത്ത വർഷത്തിലെ അതേ ദിവസം തന്നെ ചോദിച്ചാൽ, ഉദാഹരണം ജനുവരി 1 ജനുവരി 1, ഫെബ്രുവരി 1 ഫെബ്രുവരി 1, ഓഗസ്റ്റ് 25 അടുത്ത വർഷത്തിൽ ഓഗസ്റ്റ് 25, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, സാധാരണ വർഷമാണെങ്കിൽ മാത്രം, ലീപ്പ് ഇയർ അല്ല, സാധാരണ വർഷമാണെങ്കിൽ തൊട്ടടുത്ത ദിവസമായിരിക്കും ഈ പറയുന്ന ദിവസം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ 1988 ജനുവരി 1 എന്ന് ചോദിച്ചാൽ വ്യാഴമല്ല, വെള്ളി, ഫ്രൈഡേ. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, ഇവിടെ ലീപ്പ് ഇയർ വരുന്നു. 2012 ജനുവരി 1 സൺഡേ, ഞായറെങ്കിൽ 2012 ഡിസംബർ 31 ഏത് ദിവസം? അപ്പോൾ സാധാരണ വർഷമാണെങ്കിൽ നിങ്ങൾ എഴുതുമായിരുന്നു സൺഡേ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ആൻസറായി, സൺഡേ, ഡിസംബർ 31 സൺഡേ. എന്നാൽ ലീപ്പ് ഇയർ വരുമ്പോൾ ഒരു ദിവസം കൂടുതൽ വരും. ഒരു ദിവസം കൂടുതൽ എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടണം. ഏതിനോട്? സൺഡേയോടൊന്ന് കൂട്ടും. അപ്പൊ സൺഡേയുടെ തൊട്ടടുത്ത ദിവസം, സൺഡേ കഴിഞ്ഞാൽ അടുത്ത ദിവസം മൺഡേ. ആൻസർ ഈസ് മൺഡേ. മൺഡേ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സാധാരണ വർഷമാണെങ്കിൽ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസം. അതിവർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ ജനുവരി 1 തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. ഇനി അങ്ങനെ വരുമ്പോൾ 2013 ജനുവരി 1 ചോദിച്ചാലോ, മൺഡേ എന്നുള്ളത് ട്യൂസ്ഡേ ആയിട്ട് മാറും. തൊട്ടടുത്ത ദിവസം ട്യൂസ്ഡേ. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഡിസംബർ 31 മൺഡേ. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. 1996 ഓഗസ്റ്റ് 21 ബുധനാഴ്ചയായാൽ 1999 ഓഗസ്റ്റ് 20 ഏത് ദിവസം? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1996 ഈ 96 ലീപ്പ് ഇയർ ആണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വർഷം ലീപ്പ് ഇയർ ആണ്, എന്നാൽ ഫെബ്രുവരിയിലാണ് ഈ ലീപ്പ് ഇയറിന്റെ ഇഫക്റ്റ് വരുന്നത്. ഫെബ്രുവരി 29 കഴിഞ്ഞു, അപ്പൊ പിന്നെ അവിടെ ഇഫക്റ്റ് വരുന്നില്ല. ഇവിടെ ഓഗസ്റ്റ് 21 എന്ന് പറയുമ്പോൾ വർഷം 1996 ആണെങ്കിലും ഇഫക്റ്റ് വരാത്തത് കൊണ്ട് ഒരു സാധാരണ വർഷം പോലെ കണക്കാക്കും. ഉദാഹരണം 1996 ഓഗസ്റ്റ് 21, 1997 ഓഗസ്റ്റ് 21 ഏത് ദിവസമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ നേരത്തെ കണ്ടതാണ്, ജനുവരി 1 ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 ഒരു ദിവസമാണെങ്കിൽ അടുത്ത വർഷം ജനുവരി 1 തൊട്ടടുത്ത ദിവസമായിരിക്കും അല്ലേ? ഡിസംബർ 31 അതേ ദിവസമായിരിക്കും, ജനുവരി 1 തൊട്ടടുത്ത ദിവസമായിരിക്കും. അതുപോലെ 1997 ഓഗസ്റ്റ് 21 വ്യാഴം, തേഴ്സ്ഡേ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 1999 ഓഗസ്റ്റ് 20 ഏതെന്നാ.
അപ്പോൾ അടുത്ത 1998 ലീപ്പ് ഇയർ ആണോ? അല്ല. ഓഗസ്റ്റ് 21 വെള്ളി, ഫ്രൈഡേ. അടുത്ത് നമുക്ക് വേണ്ടത് 1999 ഓഗസ്റ്റ് 20 1999 ഓഗസ്റ്റ് 20 വേണ്ടത്. അതവിടെ കിടക്കട്ടെ. നമ്മൾ ഈ കണ്ടുപിടിച്ച് വന്ന രീതി അനുസരിച്ച് 97 ഓഗസ്റ്റ് 21 വ്യാഴം, 98 ഓഗസ്റ്റ് 21 വെള്ളി, 99 ഓഗസ്റ്റ് 21 വരുമ്പോൾ ശനിയാണ് വരേണ്ടത്. ശനി, സാറ്റർഡേ. എന്നാൽ ഇവിടെ ചോദ്യം 1999 ഓഗസ്റ്റ് 20 21 ശനിയെങ്കിൽ 20 വെള്ളിയാണ് വരുന്നത്. ആൻസർ ഈസ് ഫ്രൈഡേ. ഫ്രൈഡേ ആണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുക. 97 ഓഗസ്റ്റ് 21 വ്യാഴം, 98 ഓഗസ്റ്റ് 21 വെള്ളി, അടുത്ത് 99 ഓഗസ്റ്റ് 21 ശനി. ഓരോ ദിവസങ്ങളും മാറി മാറി വരുന്നുണ്ട്. ഇനി ഇതിനിടയിലാണ് 1999 ഓഗസ്റ്റ് 20 21 തൊട്ട് തലേ ദിവസം. അപ്പോൾ ശനിയാഴ്ചയാണ് 21 വെള്ളിയാഴ്ചയാണ് ഓഗസ്റ്റ് 20 വരിക. മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 8th March 1995 Wednesday, what was the day of the week on 27th April 1995? 1995 മാർച്ച് 8 ബുധൻ ആയാൽ അതേ വർഷം ഏപ്രിൽ 27 ഏത് ദിവസം? എനിക്കൊന്ന് ഇതൊക്കെ കലണ്ടറിൽ കൃത്യമായിട്ടുള്ള ദിവസങ്ങളാണ്. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ എടുത്തിരിക്കുന്നതും 1995 മാർച്ച് 8 ബുധനാഴ്ചയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കലണ്ടറിൽ, മൊബൈലൊക്കെ കലണ്ടറിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മാർച്ച് 8 വർഷത്തിൽ വ്യത്യാസമൊന്നുമില്ല. മാർച്ച് 8 ബുധൻ എന്ന് പറയുന്നു. ബുധൻ, വെനസ്ഡേ. അങ്ങനെയെങ്കിൽ ഏപ്രിൽ 27 ഏത് ദിവസം എന്നാണ് ക്വസ്റ്റ്യൻ. ഏപ്രിൽ 27 ഏത് ദിവസം? നമ്മൾ ഇതിന് വേണ്ടിയാണ് ഓഡ് ഡേയ്സ് കണ്ടുപിടിച്ചത്. ഇതിപ്പോൾ ഓരോ ആഴ്ചകൾ വീതം കൂട്ടി കൂട്ടി എടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഓഡ് ഡേയ്സ് എടുത്തിട്ട്, എന്താ ഓഡ് ഡേയ്സ്? തന്നിരിക്കുന്ന ദിവസങ്ങളെ 7 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരുന്ന ദിവസങ്ങളെയാണ് ഓഡ് ഡേയ്സ് അഥവാ ഒറ്റ ദിവസങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വിശദമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിന് ടോട്ടൽ ഡേയ്സ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മിച്ചം നമ്മൾ എടുക്കും. നോക്കാം. മാർച്ച് 8 പറയുന്നു. ഇനി എത്ര ദിവസമുണ്ട്? 9 മുതൽ മാർച്ചിൽ ആകെ 31 ദിവസമുണ്ട്. ആ 31 ദിവസത്തിൽ 8 പോയാൽ 9 മുതലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 8 വേണ്ട. 8 കുറച്ചാൽ ബാക്കി 23 ദിവസങ്ങളുണ്ട്. ഏപ്രിലിൽ 27 പറയുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ രണ്ടും കൂടെ കൂട്ടി 27 50 എന്ന് എടുക്കാം. 50 27 30 40 50. 50നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 49, റിമൈൻഡർ 1 കിട്ടും. ഇതിക്കെ കൂടെ 50 ഡിവൈഡഡ് ബൈ 7 7 49, റിമൈൻഡർ 1. ഇതാണ് ഓഡ് ഡേ. ഇവിടെ ഒറ്റ ദിവസം ഒരെണ്ണേ ഉള്ളൂ, 1. അപ്പോൾ 1 ഈ ബുധനോട് കൂട്ടി, ബുധൻ പ്ലസ് 1, വെനസ്ഡേ പ്ലസ് 1 എന്താ? വ്യാഴാഴ്ച എന്ന് കിട്ടി. അല്ല എങ്കിൽ ഈ 23ഉം ഈ 27ഉം കൂട്ടുന്നതിന് പകരം നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ക്വസ്റ്റ്യൻ മുതൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ വലിയ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യാൻ പറ്റും. 7ൽ കൂടുതൽ വന്നാൽ 7ന്റെ മൾട്ടിപ്പിൾ മാറ്റിയിട്ട് മിച്ചമുള്ളത് എഴുതുക. ഒരിക്കൽ കൂടെ 7ന്റെ മൾട്ടിപ്പിൾ എപ്പോഴൊക്കെ വരുന്നോ അവിടെ നിന്നൊക്കെ 7ന്റെ മൾട്ടിപ്പിൾ അങ്ങ് മാറ്റുക. അരിച്ചതിന് ശേഷം മിച്ചമുള്ള എഴുതുക. 23ൽ 7ന്റെ മൾട്ടിപ്പിൾ 3 7 21, മിച്ച 2 ഉണ്ട്. ഇനി ഇവിടെ 7 4 28 ആണ്. അപ്പോൾ ഇവിടെ 27 ആണ്. 7 3 21 പോയാൽ മിച്ചം 6. ഇത് തമ്മിൽ അങ്ങ് കൂട്ടുക. 6 2 8. 8ൽ നിന്ന് 7 പോയാൽ അപ്പോഴും എത്ര തന്നെ? 1 തന്നെ കിട്ടും. അപ്പോൾ വലിയ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ, കൂടുതൽ മാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ കൂട്ടിയെടുക്കുന്നതിനേക്കാളും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഓരോ മാസത്തിലെയും ഓഡ് ഡേയ്സ് കണ്ടുപിടിച്ച് അങ്ങ് ചെയ്യുക. കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം
30 ദിവസമുള്ള മാസത്തിൽ 2 ഓഡ് ഡേ. ഇനി ഓഡ് ഡേയ്സ് 31 ആണെങ്കിൽ 3 ഓഡ് ഡേയ്സ്, 29 ആണെങ്കിൽ ഒറ്റ ഓഡ് ഡേ. അത്രേ ഉള്ളൂ. നമുക്കറിയാവുന്നതാണ് മാസത്തിലെ ഓരോ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ ഓഡ് ഡേയ്സും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ ആൻസർ വ്യാഴം. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. February 24th, 1996 was Saturday. What day of the week lies on February 24th, 1997? 1996 ഫെബ്രുവരി 24, 1996 ഫെബ്രുവരി 24 സാറ്റർഡേ എന്ന് പറയുന്നുണ്ട്. സാറ്റർഡേ. അങ്ങനെയെങ്കിൽ 1997 ഫെബ്രുവരി 24 ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോൾ തന്നെ ആൻസർ കണ്ടുപിടിച്ചിട്ടുള്ളവരുണ്ടാവും. ക്വസ്റ്റ്യൻ 1997 ഫെബ്രുവരി 24 ആണ്, തന്നിരിക്കുന്നത് 96. അപ്പോൾ സാധാരണ പെട്ടെന്ന് എല്ലാവരും ഒറ്റ ആൻസറിലേക്ക് എത്തും സാധാരണ രീതിയിൽ. അവിടെ സാറ്റർഡേ ആണെങ്കിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് സൺഡേ. എന്നാൽ അത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണെന്ന് ചോദിച്ചാൽ അറിയാവുന്നവർ ഇപ്പം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 1996 തന്നിട്ടുള്ളത്. ഫെബ്രുവരി 29 ഈ പറയുന്നതിനിടയിൽ വരുന്നുണ്ട്. കണ്ടോ, ലീപ്പ് ഇയറിന്റെ ഇഫക്റ്റ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ചിട്ടത്. ഒരിക്കൽ കൂടെ, 1996 മാർച്ച് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇഫക്റ്റ് വരില്ല. കാരണം ഫെബ്രുവരി 29 കഴിഞ്ഞു. എന്നാൽ 996 ലീപ്പ് ഇയർ ആണ്, ഫെബ്രുവരി 24 ആയുള്ളൂ. അപ്പോൾ 24 കഴിഞ്ഞ് 29 വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടുതൽ വരുന്നുണ്ട്, 29 വരുന്നുണ്ട്. ലീപ്പ് ഇയർ ആണ്. അങ്ങനെയാണെങ്കിൽ ലീപ്പ് ഇയർ വരുന്ന കാര്യം വരുമ്പോൾ ഏത് ദിവസമാണോ പറയുന്നത് തൊട്ടടുത്ത ദിവസമല്ല, അതിൻ്റെ അടുത്ത ദിവസമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ സാറ്റർഡേ ആണെങ്കിൽ ഇവിടുത്തെ ആൻസർ സൺഡേ അല്ല, മൺഡേ ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ രീതിയിലാണെങ്കിൽ ശനി എന്നുള്ളത് ഞായറാകും. എന്നാൽ ലീപ്പ് ഇയർ വരുമ്പോൾ ഒരു ദിവസം കൂടുതൽ എടുക്കും. അതെന്തുകൊണ്ടാണ്? ഫെബ്രുവരി 29 വരുന്നത് കൊണ്ട്. ഇവിടെ അങ്ങനെ വരുന്നത് മൺഡേ. അപ്പോൾ അടുത്ത വർഷത്തെ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് എഴുതും, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി തലേ വർഷത്തെ ഒരു കാര്യം ചോദിച്ചാലോ? ഓൺ 8th December 2007 Saturday. What day of the week was it? On 8th December 2006. 2007 ഡിസംബർ 8 ശനി. 2007 ഡിസംബർ 8 ശനി സാറ്റർഡേ. അങ്ങനെയെങ്കിൽ 2006 ഡിസംബർ 8 ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ തൊട്ടടുത്ത വർഷമാണെങ്കിൽ നമ്മൾ കൂട്ടും. മുൻപുള്ള വർഷം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഒന്ന് കുറയ്ക്കും. ഒരിക്കൽ കൂടെ, അടുത്ത വർഷം വരുമ്പോൾ നമ്മളൊന്ന് കൂട്ടും. സാധാരണ വർഷമാണെങ്കിൽ 1 കൂട്ടും, അതിവർഷമാണെങ്കിൽ 2 കൂട്ടും. ഇനി തൊട്ട് മുമ്പുള്ള വർഷം എടുക്കുമ്പോൾ സാധാരണ വർഷമാണെങ്കിൽ 1 കുറയ്ക്കും, ലീപ്പ് ഇയർ ആണെങ്കിൽ അതിവർഷമാണെങ്കിൽ 2 കുറയ്ക്കും. ഇവിടെ 2006 ഡിസംബർ 8-നും 2007 ഡിസംബർ 8-നും ഇടയിൽ ലീപ്പ് ഇയറിന്റെ ഇഫക്റ്റ് വരുന്നില്ല. വർഷങ്ങളും ലീപ്പ് ഇയർ അല്ല, അപ്പം പ്രശ്നമൊന്നുമില്ല. ശനി എന്നുള്ളത് തൊട്ട് തലേ ദിവസമാകും വെള്ളി. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തലേ വർഷം ചോദിക്കുമ്പോൾ തലേ ദിവസം, അടുത്ത വർഷം ചോദിക്കുമ്പോൾ അടുത്ത ദിവസം, അത് തന്നെ കാര്യം. അപ്പോൾ വർഷങ്ങളുടെ ഗ്യാപ്പ് വരുമ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എ ചൈൽഡ് ബോൺ ഓൺ January 15th, 1992 വെനസ്ഡേ. അപ്പോൾ 1992 ജനുവരി 15 ബുധൻ. ഓൺ വിച്ച് ഡേ ഹി സെലിബ്രേറ്റ് ഹിസ് 5th ബർത്ത്ഡേ. 5ാമത്തെ പിറന്നാൾ. ഒരു കുട്ടി ജനിച്ചത് 1992 ജനുവരി 15 ബുധനാഴ്ചയാണ് എങ്കിൽ ആ കുട്ടിയുടെ 5ാം പിറന്നാൾ എന്ന്. 5ാം പിറന്നാൾ പറയുന്നത് ഏത് വർഷമോ? 5 കൂടെ കൂട്ടുക. 92-നോട് 5 കൂട്ടുമ്പോൾ 97.
97 ജനുവരി 15 ഏതെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ട് രീതിയിൽ ചെയ്യാം. വർഷം കണക്കാക്കി ചെയ്യാം, അല്ലെങ്കിൽ ഓരോ വർഷം എടുത്ത് ചെയ്യാം. നമുക്ക് രണ്ടും നോക്കാം. ആദ്യം വർഷം, ഓരോ വർഷം എടുത്ത് നോക്കാം. 92 ജനുവരി 15 ബുധൻ എങ്കിൽ 93 ജനുവരി 15 ഏത് വരും? വ്യാഴം അല്ല, വെള്ളി. ശരിയല്ലേ? എന്തുകൊണ്ടാ? ചിന്തിക്ക്. 92 ലീപ്പ് ഇയർ ആണ്. ഈ 92 ജനുവരി 15-നും 93 ജനുവരി 15-നും ഇടയിൽ ഫെബ്രുവരി 29 വരുന്നുണ്ട്. 92-ലെ ഫെബ്രുവരി 29 വരുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ദിവസമല്ല, അതിൻ്റെ അടുത്ത ദിവസം. ബുധൻ എന്നുള്ളത് വ്യാഴമല്ല, വെള്ളിയായി. 94 ജനുവരി 15 ഏത് ദിവസം? സാറ്റർഡേ. തൊട്ടടുത്ത ദിവസം, കുഴപ്പമില്ല, സാറ്റർഡേ. ഇനി 95 ജനുവരി 15 സൺഡേ. സൺഡേ തൊട്ടടുത്ത ദിവസം. 96 ജനുവരി 15 വരുമ്പോഴോ? ജനുവരി 15 96 ലീപ്പ് ഇയർ ആണ്. ഫെബ്രുവരി വരുന്നില്ല, ജനുവരി 15 ആയതേ ഉള്ളൂ. അപ്പോൾ സാധാരണ ചെയ്യും പോലെ സൺഡേ എന്നുള്ളത് മൺഡേ. 97 വരുമ്പോഴോ? 97 ജനുവരി 15 വരുമ്പോഴോ? അവിടെ 96 ജനുവരി 15 മുതൽ 97 ജനുവരി 15 വരെ എടുക്കുമ്പോൾ ഇതിനിടയിൽ ലീപ്പ് ഇയറിന്റെ ഇഫക്റ്റ് വരുന്നുണ്ട്, അല്ലേ? 96 ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 96 ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ ഈ 97 വരെ വരുന്നുണ്ടല്ലോ, ഇതിനിടയിലാണല്ലോ ഈ ഫെബ്രുവരി 29 വരുന്നത്. അപ്പോൾ ലീപ്പ് ഇയറിന്റെ എഫക്റ്റ് വരും. മൺഡേ എന്നുള്ളത് ട്യൂസ്ഡേ അല്ല, വെനസ്ഡേ. ഇത് ഒരു രീതി. നമുക്ക് അടുത്ത ഒരു രീതി ഇവിടെ നോക്കാം. ഇത് ഓരോ വർഷമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടല്ല, എങ്കിലും കുറച്ചുകൂടെ എളുപ്പത്തിന് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ 5 വർഷത്തിനിടയിൽ ഏതൊക്കെ ലീപ്പ് ഇയർ വരുന്നുണ്ടെന്ന് ആദ്യം നോക്കുക. 92 ലീപ്പ് ഇയറിന്റെ ഇഫക്റ്റ് വരുന്നുണ്ട്. മൊത്തം 5 വർഷമാണേ. 5 വർഷത്തിൽ ലീപ്പ് ഇയർ എത്ര വരുന്നു? 2 ലീപ്പ് ഇയർ. ഓർഡിനറി ഇയർ എത്ര വരുന്നു? ബാക്കി 3 എണ്ണം. അപ്പോൾ ഒരിക്കൽ കൂടെ 5 വർഷമുണ്ട്, അതിൽ 2 എണ്ണം ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ ഏതൊക്കെയാ? 92-ഉം 96-ഉം. ഈ പറയുന്ന വർഷത്തിനിടയിൽ 92-ഉം 96-ഉം ലീപ്പ് ഇയേഴ്സ് ആണ്. ഓക്കെ. ഇനി 5-ൽ 2 പോയാൽ ബാക്കി 3-ഉം ഓർഡിനറി ഇയേഴ്സ്. ഇനി ഒരു ഓർഡിനറി ഇയറിൽ ഒരൊറ്റ ദിവസവും ഒരു ലീപ്പ് ഇയറിൽ 2 ഒറ്റ ദിവസങ്ങളും ഉണ്ട്. ഒരിക്കൽ കൂടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. ഒരു സാധാരണ വർഷത്തിൽ ഒരു ഒറ്റ ദിവസവും ഒരു അതിവർഷത്തിൽ 2 ഒറ്റ ദിവസങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ 3 സാധാരണ വർഷത്തിൽ 3 ഒറ്റ ദിവസങ്ങൾ, 2 അതിവർഷത്തിനും കൂടെ 4 ഒറ്റ ദിവസങ്ങൾ. ഒരിക്കൽ കൂടെ ഒരു ലീപ്പ് ഇയറിൽ 2, അങ്ങനെയാണെങ്കിൽ 2-ൽ 4, 4 3 കൂടെ 7. 7-നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0. അപ്പോൾ തന്നിരിക്കുന്ന ദിവസത്തിനോട് 0 ആഡ് ചെയ്യും. 0 ആഡ് ചെയ്യുമ്പോൾ എന്തിനെ കിട്ടും? വെനസ്ഡേ. ഇത് തന്നെയല്ല നമുക്ക് ഇവിടെയും കിട്ടിയത്, ബുധനാഴ്ച. ആൻസർ ഈസ് വെനസ്ഡേ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ എഴുതി ചെയ്യാം, ഓരോ വർഷമായിട്ട് എഴുതി ചെയ്യാം. അതിനേക്കാളും നല്ലത് ഈ പറഞ്ഞ രീതിയിൽ മൊത്തം വർഷം എടുത്തിട്ട് ഓർഡർ ഡേയ്സ് എടുക്കുന്നതാണ്. ഈ നമുക്ക് അത്രയും മനക്കണക്കടിച്ച് എങ്ങനെ അറിയോ? 5 വർഷമുണ്ട്, 5-ൽ 2 ലീപ്പ് ഇയർ. ആ 2 ഈ 5-നോടങ്ങ് കൂട്ടിയാൽ മതി, 7 ആയി. എങ്ങനെ? 5 വർഷം മൊത്തത്തിലുണ്ട്, അത് ലീപ്പ് ഇയർ എത്രയാണോ അത്രയും ലീപ്പ് ഇയറിനെ ഒരു പ്രാവശ്യം കൂടെ തന്നിരിക്കുന്ന വർഷത്തിനോട് കൂട്ടിയാൽ മതി. ലീപ്പ് ഇയർ ഇതിനകത്ത് 3 ഉണ്ടായിരുന്നെങ്കിൽ 5-നോട് 3 കൂട്ടി 8 എഴുതുമായിരുന്നു. ലീപ്പ് ഇയർ 1 ആയിരുന്നെങ്കിൽ 5-നോട് 1 കൂടെ കൂട്ടി 6 എടുക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന വർഷത്തിനോട് ലീപ്പ് ഇയറിന്റെ എണ്ണം എത്ര എണ്ണം ഉണ്ടോ അത്രയും കൂടെ അങ്ങ് കൂട്ടുക. 2 ലീപ്പ് ഇയർ ഉണ്ട്, 2 കൂടെ കൂട്ടി 7. 7 7 ഡിവൈഡ് ചെയ്താൽ 0. ആൻസർ ഈസ് വെനസ്ഡേ. ഇത് ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചേക്ക്, ഒട്ടും സംശയമില്ലാതെ പഠിച്ചേക്ക്. അപ്പോൾ ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മറ്റ് കണക്ഷൻസ് ഒന്നും തരാതെ, ഇപ്പോൾ ഇന്ന് ഏത് ദിവസം എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ 2040 ജനുവരി 15 ഏത് ദിവസം, ഗാന്ധി ജയന്തി ഏത് ദിവസം, ഒരു കണക്ഷനും ഇല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം തന്നാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ബൈ. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യപ്പെട്ടാൽ അടുത്തുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.